മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മലപ്പുറം താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. 3 തവണ നിയമസഭാംഗമായിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘമാധവൻ ചേരുന്നു. മേഘ, എപ്പോഴായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ അന്ത്യം? എന്താണ് ഇനി സംസ്കാരമടക്കമുള്ള ചടങ്ങുകളെക്കുറിച്ച് പറയാനുള്ളത്? സിജു, ലീഗിന്റെ പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് മരണപ്പെട്ടിരിക്കുന്നത്. താനൂർ തിരൂരങ്ങാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 തവണ നിയമസഭയിലേക്ക് എത്തിയിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. കുറച്ചു ദിവസം മുൻപ് അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചിരുന്നു. ആ അപകടത്തിന് പിന്നാലെ കിടപ്പിലായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. 72 വയസ്സായിരുന്നു. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയായി കുട്ടി എത്തുന്നത്. 3 തവണയാണ് നിയമസഭ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. ഏതായാലും ലീഗിന്റെ മലപ്പുറം ജില്ലയിലെ തലമുതിർന്ന നേതാവ് ലീഗിന്റെ ഈ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാനുള്ള ലീഗിന്റെ പല സമിതികൾ നിയോഗിച്ചും അതിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറാണ്. താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് തദ്ദേശ വകുപ്പ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തെ ഈ പൊതുരംഗത്തൊന്നും തന്നെയും കാണാനില്ലായിരുന്നു. അസുഖബാധിതനായി കിടപ്പിലായിരുന്നു. ഖബറടക്കം സംബന്ധിച്ച് നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല. മരണം അല്പം മുമ്പാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാകും.